മീത 5-1 മുതൽ 4 വരെയുള്ള. ഇപ്പോൾ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ വാഴക്കുന്നത് ഇസ്രായേലിന്റെ ന്യായാധിപതികൾ വടികൊണ്ട് ചെറുപ്പക്കാടിക്കുന്നു. നീയോ യഥാർത്ഥ നീ ശസ്ത്രമൊഴിച്ചതായിരുന്നാലും ഇസ്രായേൽ ന്യായാധിപതിയായിരിക്കണമെന്നവൻ എനിക്ക് എന്നിൽ നിന്ന് പോയി വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കുവോളം അവൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുത്ത് മടങ്ങി വരും. എന്നാൽ അവൻ നിന്നെ യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ മകനോടും കൂടെ നയിക്കും. അവൻ നിർഭയമാസിക്കും. അവൻ നമ്മെ ഭൂമിയുടെ ഏറ്റവും മഹാനാകുമല്ലോ. ഇങ്ങനെയുള്ള കൂട്ടങ്ങളായി പാരം ചെയ്തു പോകുവിൻ, കാണുവിൻ വേഗമോ ജീർണമായുള്ളൊരാട പൂർണ്ണമല്ലാതെ ചൂടി മാട്ടിൻ തൊഴുത്തതിൽ കാൺമാനായി പോയി കുമ്പിടുവിൻ. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യർ 1:15 മുതൽ 20 വരെ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നു ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിനു പ്രസാദം തോന്നി. ഇങ്ങനെ 1-2 പാഠഭാഗങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഉന്നത പീഠത്തിൽ സ്തുതിയാലുയരും ഉന്നതനെ, വാഴ്ത്തപ്പെട്ടവളിൻ മടിയിൽ ഹിതമായി നിവസിച്ചല്ലോ. ശോഭനിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാ ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം
വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, പുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം അരുളാത്തവനും ഞങ്ങളുടെ സകലമനുഷ്യരെയും ജീവരക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യകയാം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിത്തന്നവനും വിശുദ്ധ തൃത്വനും തന്റെ പിതാവിനോട് ജീവിതമായോടുകൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനുമായ ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പൗലോസ് ശ്ലീഹാ ഭാഗ്യവാൻ ചൊല്ലിടുന്നു. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതന്യേ, മറ്റൊരുവൻ വന്നറിയിച്ച ആരെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളാവോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ. ദൈവമായ കർത്താവേ, ഈ
ഈ സമയത്ത് ദൃശ്യമേൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെ നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും മണിക്കാരനുമായ പൗലോസ്ലീഹായുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഞാൻ അവനോടുകൂടെ മരിച്ചു എങ്കിൽ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യവുമാകുന്നു. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാർന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവങ്കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിലുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ വബുക്കുലസ്ബഹാലിന് ഉൽമൻ. സഹോദരീ, നമ്മുടെ അകത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ തിരുജനനം ഇവണ്ണം ആയിരുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുരേനാസ് സുറിയ നാട് വാഴുമ്പോൾ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയൽ ബേത്ലഹേം എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വെളിച്ചം സർവർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയിലും രക്ഷക. പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം ഫലകരമാക്കിയിടുക.
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വയംഭൂവായ തന്റെ മഹാശുദ്ധ സ്ഥലത്തിൽ പിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന പരിശുദ്ധനും കന്യകയുടെ വെടിപ്പുള്ള ഗർഭപാത്രത്തെ തനിക്കായി ശുദ്ധീകരിച്ച് അവളിൽ വസിച്ചവനും തനിക്ക് തിരുവിഷ്ടം തോന്നിയതിനാൽ നിസ്സാരാവസ്ഥയിൽ യഹൂദയുടെ ബേത്ലഹേമിൽ അവളിൽ നിന്ന് ജനിച്ചവനും പ്രകൃത്യാധനവാനായിരിക്കെ തന്റെ കരുണയാൽ കീറ്റുശീലയിൽ പൊതിയപ്പെട്ട് ദരിദ്രനെ പോലെ മൃഗങ്ങളുടെ പുൽക്കൂട്ടിൽ കിടന്നവനും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ ലോകങ്ങളെ സംരക്ഷിക്കുന്നവനായിരിക്കെ ശിശുവിനെ പോലെ മനുഷ്യപുത്രിയിൽ നിന്ന് പാല് കുടിച്ചവനും വിശ്വന്മാരെ അവരുടെ ദേശങ്ങളിൽ നിന്ന് ആകർഷിക്കുകയും തന്റെ ജനനാന്തരം കാഴ്ചകളും ദാനങ്ങളുടെ മൂലം അവരാൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്ത അദൃശ്യനും അത്യന്തനുമായ മശിഹാതമ്പ്രാൻ സ്തുതി. തന്റെ ജനനപ്പെരുന്നാളുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനെ ദേതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും സകല ചരാചരങ്ങളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മൗത്തത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാവുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നു നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്ത്യപൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഹോശോ വബുക്കൂല സുബ്ഹാന ഉൽമൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി വേർതിരിക്കപ്പെടുവാൻ വകയാത്ത മൂന്ന് നോമാകളാൽ ഒരുവൻ നീ ആയിരിക്കുമ്പോൾ വിശുദ്ധവും കന്യാവ്രതമുള്ളതുമായ ഉദരത്തിൽ നിന്ന് ഉദിച്ചവനായി പിതാവിൽ നിന്നുള്ള ഏകജാതനായ സ്വയംഭൂവാം ശിശുവേ, നിനക്ക് സ്തുതി. ഇന്നേ ദിവസം ഉദിച്ച അദൃശ്യനായ ശിശുവേ, നിന്നെ നീതിമാന്മാർ അവരുടെ രഹസ്യങ്ങളാൽ മുൻകൂട്ടി ദൃഷ്ടാന്തപ്പെടുത്തിയിരുന്നു. പുണ്യവാന്മാർ അവരുടെ ഉപമകളാൽ നിന്നെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. സകല പ്രവാചകന്മാരും തങ്ങളുടെ വെളിപ്പാടുകളാൽ നിന്റെ രഹസ്യത്തെ അറിയിച്ചിരുന്നു. സകല അറിയിപ്പുകാരും തങ്ങളുടെ ശബ്ദങ്ങളാൽ നിന്റെ ഉണ്മയെ വെളിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ കന്യകയിൽ നിന്നുള്ള നിന്റെ മനുഷ്യാവതാരത്തെ ആത്മീയ കണ്ണുകളാൽ അവർ കണ്ടാനന്ദിക്കുകയും വിസ്മയിക്കുകയും ചെയ്തിരുന്നു. എന്തെന്നാൽ നീ നിത്യനായ ദൈവത്തെ പോലെ ആദ്യം അന്തവുമില്ലാത്തവനായിരിക്കെ അഴിഞ്ഞു പോകുന്ന മനുഷ്യനെ പോലെ മനുഷ്യനായി അവതരിച്ചു. മാനുഷിക ഉദരത്തിനുള്ളിൽ ശിശുക്കളെ വളർത്തുന്നവൻ നീ ആയിരിക്കെ നീ ശിശുവായി തീർന്നു. നീ ലോകങ്ങൾക്കും സൃഷ്ടികൾക്കും മുൻപനായിരിക്കെ കാലാവസാനത്തിൽ ഒരു ചെറിയ ശിശുവായി ഭൂമിയിൽ കാണപ്പെട്ടു. തലമുറകൾക്കും ഗോത്രങ്ങൾക്കും പൂർവികനായ നീ ദാവീദിന്റെ പുത്രിൽ നിന്ന് പുതുതായി ജനിച്ചു. ഭൂമിയിലേക്ക് മഴയും മഞ്ഞും അയക്കുന്നവൻ സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചു. തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ സ്ഥിരപ്പെടുത്തുന്നവൻ ബാലസ്ത്രീയുടെ എളിയിൽ ലഘുവായി വഹിക്കപ്പെട്ടു. തന്റെ ശക്തിയാൽ ആകാശത്തെട്ടിനെ വഹിച്ചിരിക്കുന്നവൻ
താഴ്മയോടെ കീറ്റുശീലയിൽ പൊതിയപ്പെട്ടു. തന്റെ ബലത്താൽ ക്രോബകളുടെ മേൽ വാഹനമേറിയിരിക്കുന്നവൻ മറിയാമിന്റെ ഭുജങ്ങളിൽ വാത്സല്യത്തോടെ വഹിക്കപ്പെട്ടു. തന്റെ അംഗ്യത്താൽ സൃഷ്ടികളെ ചലിപ്പിക്കുന്നവൻ ശാന്തതയോടെ ശിശുവായി നീന്തി നടക്കുന്നു. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുത വ്യാപാരങ്ങളെ വിസ്മയത്തോടെ ഞങ്ങൾ ആരാഞ്ഞ് പരിശോധിച്ചുകൊണ്ട് പറയുന്നതെന്തെന്നാൽ, തന്റെ ദൈവത്വത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ മനുഷ്യനായി തീർന്ന ദൈവമേ, നീ വിസ്മരണീയനാകുന്നു. ആകാശവും ഭൂമിയും പരിപൂർണമായി നിന്നാൽ നിറയപ്പെട്ടിരിക്കുമ്പോൾ പുൽക്കൂട്ടിൽ നീ കിടന്നതിനാൽ വിസ്മരണീയനാകുന്നു. നീ അറുതി കുറിക്കപ്പെടുവാൻ വഹിയാത്തവനായിരിക്കുമ്പോൾ കന്യകയുടെ ഉദരത്തിൽ ഒതുങ്ങിയിരിക്കുന്നതിനാൽ നീ വിസ്മരണീയനാകുന്നു. നീ പ്രഭയോട് അദർശനും അവർണ്ണനീയനുമായ ദൈവമായിരിക്കുമ്പോൾ മനുഷ്യനായി തീർന്നതിനാൽ നീ വിസ്മരണീയനാകുന്നു. നിന്റെ ജനനത്താൽ മേലുള്ളവർക്കും താഴെയുള്ളവർക്കും ഇടയിൽ നിരപ്പും സമാധാനവും വിതച്ചതിനാൽ നീ വിസ്മരണീയനാകുന്നു. സ്വർഗീയരെയും ഭൗമികരെയും നിന്റെ ജനന ദിവസത്തിൽ സന്തോഷിപ്പിക്കുകയും ശത്രുത്വം നടിച്ചുവരനെ ശക്തിയോടെ പൊളിച്ചുകളയും ചെയ്തതിനാൽ നീ വിസ്മരണീയനാകുന്നു. നിന്റെ ജനനം മൂലം ആദ്യാമവർഗത്തിനും പരിപൂർണമായ പ്രത്യാശയെ നീ ഉളവാക്കിയതിനാൽ നീ വിസ്മരണീയനാകുന്നു. നിന്റെ ജനനം മൂലം ദുഷ്ടപിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് നിന്റെ സ്വരൂപത്തെ രക്ഷിച്ചതിനാൽ നീ വിസ്മരണീയനാകുന്നു. നിന്റെ പ്രകാശം സൃഷ്ടിയിൽ നീ പ്രകാശിപ്പിച്ച ഭൂലോകാതിർത്തികളിൽ നിന്നും അന്ധകാരത്തെ മായ്ച്ചു കളഞ്ഞതിനാൽ നീ വിസ്മരണീയനാകുന്നു. നീ ജഡം ധരിച്ചതിനാൽ സൃഷ്ടികളെ നിന്റെ പിതാവിനോട് നീ യോജിപ്പിക്കുകയും ഭൂതലത്തിൽ ബഹുലമായ നിരപ്പും സമാധാനവും വിതയ്ക്കുകയും ചെയ്തതിനാൽ നീ വിസ്മരണീയനാകുന്നു. നീ വിസ്മരണീയനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ മനുഷ്യാവതാരത്തിൽ വൃത്താന്തം അവർണ്ണനീയമാകുന്നു. ആകയാൽ വിസ്മരണീയനായ ശിശുവേ, വിശുദ്ധിയോടെ കന്യക മറിയാമിൽ നിന്നുള്ള മൗക്തീകരിക്കപ്പെട്ട നിന്റെ ജനനത്തിന്റെ ഈ ദിവസത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ വിസ്മരണീയമായ നിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവും നിന്നോടുള്ള നിഷ്കളങ്കമായ നന്ദി, ഞങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള താല്പര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പൂർണ്ണമായ പരിഹാരവും പാപങ്ങളുടെ വിമോചനവും ആത്മാവിനെയും ശരീരത്തെയും വ്യസനിപ്പിക്കുന്നതായ സകലത്തിൽ നിന്നുമുള്ള പരിപൂർണമായ വീണ്ടെടുപ്പും സൗജന്യമായി നൽകണമേ. കർത്താവെ, വെടിപ്പോടെ പാപികളെ നീതീകരിക്കുകയും അനുതാപികളെ പൂർണ്ണമായി വിശദീകരിക്കുകയും തിരുസഭയുടെ സകല സന്താനങ്ങൾക്കും സഹായിച്ചു തുണയ്ക്കുകയും ചെയ്യണമേ. നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്റെ വലത്ത് ഭാഗത്തുള്ള ആനന്ദകരമായ നിലക്ക് നിന്റെ രാജ്യത്തിലെ ഇമ്പത്തിന് ഞങ്ങളെ നിയോഗിതുള്ളവരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രവും കരേറ്റുമായി ഇതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും ഭാവികളുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള വട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവെന്ന് യേശുവിനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുമായാൽ കന്യാമറിയാമിൽ ജനം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാഷ്ട്രമുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ നിർവഹിക്കുന്നവനായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും
സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ളവനുമായും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിനുള്ള മാമോദീസ പറഞ്ഞ് മരിച്ചവരുടെ എഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തീകൃത്യങ്ങൾ 423 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ്. നാട്ടിൻ തൊഴുത്തിൽ പിറന്നിരുന്നാട്ടെ ക്ഷയിച്ച നരക പടച്ച പരന്തൻ ചങ്കിനുരുക്ക പെരുക്കത്തെ മരുക്കപ്പടത്താൽ ധരിപ്പിപ്പതിനു അന്തം പരം വിട്ടിറങ്ങിവൻ അവതരിച്ചു നല്ല അതിശയം പരനുന്നതങ്ങളിൽ മഹത്വവും നിരപ്പും ജഗത്തിൽ മഹത്വം പരനു തിന്നമ്മ നവർക്ക് ബന്ധം തിന്നമ്മ നവർക്ക് ബന്ധം ഭാവിക്ക് ജീവത്തിൽ പരനും നടുക്ക പൊണ്ണൻ പേ ഉരഗന്ധം പൊണ്ണൻ പേ ഉരഗന്ധ സമസ്തം ഇടിച്ചിങ്ങടത്തി പൊടിപ്പ മാട്ടിൻ തൊഴുത്തിൽ പിറന്നിന്നാൾ മഹത്വം നിറഞ്ഞ ജഗത്തിനധിപൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്നിന്നാൾ ആട്ടിൽ കാവലിട്ടിരുന്നിരു ഇടത്തിലിടയ കുതിച്ച വെളിച്ചം കണ്ടു നിന്നവർ ഭയന്നപ്പോൾ തെളിഞ്ഞ മഹത്വ സുര സമ്മോദിച്ചു ചൊന്ന ഗീതത്തിൽ പൊരുളന്തൻ എളുപ്പം തിരഞ്ഞ പുരത്തിൽ കടന്നിട്ടുണ്ണി സുരന്റെ ചൊല്ലും കുറിയും വീതിന്റെ ജന്മം വേദന്താ വീതിന്റെ ജന്മം ഇടത്തിൽ ഉദിച്ചെന്നുറച്ചു ഘോഷിച്ച പാട്ടിൻ തൊഴുത്തിൽ പിറന്നിരുന്നാൾ മഹത്വം നിറഞ്ഞ ജഗത്തിനധിപൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്നിരുന്നിട്ട് അലഞ്ഞും വലഞ്ഞും മുഴലും നേരത്തിൽ നല്ല ഇടയൻ കനിഞ്ഞിട്ട് അകത്താൽ ഇരുട്ടിച്ചിരിക്കും ജഗത്തിൽ നല്ല മനസ്സോടുദിച്ചിതാ തൊഴുത്തിൽ തനിക്കുള്ള ജത്തെ വരുത്തി അല്ലലും ഹനിച്ചിട്ടിഷ്ടമല്ലലും ഹനിച്ചിട്ടിഷ്ടം പെരുത്ത കുലത്തെ പുരത്തിലിരുത്ത അല്ലലും തനിക്കു നിത്യം അല്ലലും തനിക്കു തൊഴുത്തിൽ പിറന്നിന്നാൾ. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ജനിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാകാൻ നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ നിന്നൊരു ഭാഗം സ്തോത്രരാഴ്ചയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആബേലിന്റെ ബലി പോലെ ഇവയെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കാതെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാതെ എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും നീ ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ നിന്റെ കൃപയുണ്ടായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുടെ കേൾക്കുമാറാകണമേ. കൂടെ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടവാംഗമായ സുശേഷകനായിരിക്കുന്ന പ്രിയ ബോസൂട്ട് ഉദ്ദേശിയാവുന്നു. ഈ നാളുകളൊക്കെ അനുഗ്രഹകരമായി ഡിണ്ടിഗൽ മിഷന്റെ പ്രവർത്തനങ്ങൾ പ്രിയ മകൻ കുടുംബമായി ശുശ്രൂഷ നിർവഹിക്കുന്നു. അതിന് ദൈവത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെ നിന്ന് മിഷൻ ഫീൽഡ് വിസിറ്റ് ചെയ്ത സമയത്ത് പ്രിയദേശിയുടെ ശുശ്രൂഷ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. ദൈവം തരുന്ന ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി ഓടുവാൻ തുടർന്നും പ്രിയമകനെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചന ധ്യാനത്തിനായിട്ട് പ്രിയോദേശി സമയത്ത് ക്ഷണിക്കും.
ബഹുമാനപ്പെട്ട ജസ്നച്ചൻ, പ്രിയപ്പെട്ട ഇടവകങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ മഹാസുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിലായിരിക്കാനും ഈ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനും ദൈവം ഇടയാക്കുന്ന എല്ലാ നല്ല കൃപകൾക്കായും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഓരോ ക്രിസ്മസും നമ്മുടെ മുന്നിൽ വലിയ പ്രതീക്ഷകളുടെ, നമുക്ക് ലഭിച്ചതായിട്ടുള്ള വലിയ രക്ഷയുടെ സന്ദേശത്തെ വീണ്ടും ഓർക്കുന്ന, അതിനെ ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. അതിനെ ധ്യാനിക്കുന്ന സുദിനങ്ങളാണ്. ഈ നാളുകളിൽ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുവാൻ നമുക്ക് ഇടയാകുന്നു. മനോഹരമായ ഈ പ്രഭാതം നമ്മൾ സുരക്ഷിതരായി ഒരുമിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഇന്ന് ഈ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ക്രിസ്മസ് ആരാധനകൾ നടക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു സമൂഹമുണ്ട് എന്ന് ഓർക്കണം. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ക്രൈസ്തവ സമൂഹമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. ഇന്നാളുകളിൽ നമ്മൾ കാണുന്ന നവമാധ്യമങ്ങളിൽ കൂടി, നമ്മുടെ മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ അറിയുന്നതും കേൾക്കുന്നതുമായുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിന് അല്പമെങ്കിലും വേദന ഉളവാക്കി ഇല്ല എങ്കിൽ ക്രിസ്മസ് അർത്ഥവത്താകുന്നില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കാരണം എത്രയോ ഇടങ്ങളിൽ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആരാധനകൾ വടക്കേ ഇന്ത്യയിലും ഭാരതത്തിൻ്റെ പല ഗ്രാമങ്ങളിലും ക്രിസ്മസ് ആരാധനകൾ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ 23-24 തീയതിയോടുകൂടി ശുശ്രൂഷകളൊക്കെ, ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ 1-2 ദിവസത്തേക്ക് നാട്ടിലേക്കൊക്കെ വരുന്നത്. ഈ ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കരുതണമേ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. ഇന്ന് ഈ ക്രിസ്മസിന് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം എവൻഗേലിയനായി വായിച്ച വേദഭാഗം തന്നെയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലുകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ സ്വർഗം ചായച്ച് മണ്ണിലേക്ക് ഇറങ്ങി വരികയും കർത്താവെ, ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ക്രൂശിലും മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവെ, കബറടക്കത്തിലും ഉയർപ്പിനും അപ്പുറത്തേക്ക് ഇന്നും നീ ജീവിച്ചിരിക്കുകയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴിനടത്തുകയും ചെയ്ത് ഞങ്ങളുടെ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ ജനപ്പെരുന്നാളിനെ ഞങ്ങൾ കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ അർത്ഥവത്തായ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ദൈവം എത്ര വലിയവനാണ് എന്ന് ഓർക്കുവാൻ ഈ സുദിനം വീണ്ടും ഇവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവുകളെ അനുഗ്രഹിക്കണമേ. വചന കേൾവി അതിനെ സാധ്യമാക്കി തീർക്കണമേ. വചനത്തിൻ്റെ അർത്ഥങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. വചനം സംസാരിക്കുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്ന നാട്ടിലെ പൊന്നകരം ദേവാലയത്തിൽ ക്രിസ്മസിൻ്റെ ആഘോഷമായിരുന്നു. ഉച്ചയായപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ താമസിക്കുന്ന നാട്ടിലെ തൊട്ടടുത്ത് ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കോളനി ഉണ്ട്. ഉച്ചയായപ്പോൾ ഞാനാണ് അവിടെ സ്ഥിരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാം. വൈകുന്നേരം ദേവാലയത്തിൽ ആരാധനയ്ക്ക് മുമ്പ് 1 മണിയാകുമ്പോൾ ഞങ്ങൾ കുറച്ച് ക്രിസ്മസ് സമ്മാനങ്ങളുമായി ഈ ട്രാൻസ് താമസിക്കുന്നതായിട്ടുള്ള അവരുടെ ഭവനങ്ങളിലേക്ക് പോകും. ഞാൻ താമസിക്കുന്നുണ്ടെന്നൊരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഉച്ചയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടെ ഊഷ്മളതയോടെ ഇവർ നമ്മളെ സ്വീകരിക്കുകയാണ്. പല ഇടങ്ങളിൽ നിന്ന് സ്വത്വബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കവണ്ണം അവർ പരിശ്രമിക്കുകയാണ്. പലരും പല ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം ഒരു ട്രാൻസായി മാറുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗത്തിലാണ്. അധ്വാനിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ നിത്യ ചിലവിന് വേണ്ടിയിട്ട് പലപ്പോഴും ട്രെയിനിലും ബസ് സ്റ്റാൻഡുകളിലും പൈസ വസൂൽ ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ പൈസ ഭിക്ഷാടനം നടത്തിയാണ് അവർ ജീവിക്കുന്നത്. ക്രിസ്മസ് കേക്കുമായി അച്ഛനും കുടുംബവും ഞങ്ങളും കുടുംബമായി അവിടെ സന്ദർശിക്കുമ്പോൾ വളരെ ഊഷ്മളതയോടുകൂടി അവർ ഞങ്ങളെ സ്വീകരിക്കുകയാണ്. പ്രാർത്ഥിച്ച് ക്രിസ്മസ് പാട്ടും പാടി മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, വൈകിട്ട് പൊന്നകരം ദേവാലയത്തിൽ ക്രിസ്മസിൻ്റെ ആഘോഷമുണ്ട്.
സാധ്യമാകുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു വരണം. വൈകുന്നേരം ഒരു കൊച്ചുദേവ നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയാമല്ലോ, പൊന്നകർത്ത ദേവാലയത്തിൽ ആഘോഷങ്ങൾ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയാണ്. 6-7 ട്രാൻസ് ആ ആലയത്തിലേക്ക് കടന്നു വന്നു. അവർക്കായിട്ട് ഒതുക്കിയിട്ടിരുന്നത് ആ കസേരകളിലേക്ക് അവർ ഇരുന്നു. ഞാൻ ചോദിച്ചു, ഈ പ്രോഗ്രാമിനിടയിൽ നിങ്ങളൊരു പാട്ട് പാടണം. കളിക്കവിള തമിഴും മലയാളവും അറിയാവുന്ന എമി എന്ന് പേര് മാറ്റപ്പെട്ട ഒരു ട്രാൻസ് ഉണ്ട്. ആ ട്രാൻസ് സഹോദരി അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളൊരു പാട്ട് പാടാം. ക്രിസ്മസ് ആഘോഷങ്ങളിടയിൽ അവർ മനോഹരമായ ഒരു പാട്ട് പാടി അവസാനിപ്പിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ല. കൂടെ പാടിയതായിട്ടുള്ള മറ്റൊരു ട്രാൻസ് ഉണ്ട്. സുന്ദരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ഈ ക്രിസ്മസിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ആ ട്രാൻസിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യന് മാറുവാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇവർക്ക് എങ്ങനെയാണ് സാധ്യമായി തീർന്നത്? ആ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ സ്നാനം സ്വീകരിച്ച ഒരു 3-4 പേരുണ്ട്. അവരുടെ ഊഷ്മളമായ ഇടപെടലുകൾ ആ ഏരിയയെ വളരെയധികം ഞങ്ങളുടെ ശുശ്രൂഷകളെ സഫലമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സാന്റാക്ലോസ് ഡാൻസ് കളിക്കുകയാണ്, അല്ലെങ്കിൽ സാന്റാക്ലോസും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഡാൻസ് ആടുകയാണ്. മിഷനറച്ചൻ പറഞ്ഞു, നിങ്ങളും കൂടെ ഒന്ന് മുന്നോട്ട് വരാമോ? ഈ ട്രാൻസിലെ 3 പേര് മുന്നോട്ട് വന്നു. ഒരുപക്ഷെ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഈ ട്രാൻസ്ജെൻഡേഴ്സ് നൃത്തം ചെയ്തു, ഡാൻസ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്മസുകൾ അർത്ഥവത്താകുന്നത് നമ്മൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്ന, നമ്മൾ ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുന്ന ഇടങ്ങളിലാണ്. എന്നാൽ ആദ്യ ക്രിസ്മസ് പറയുന്നു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോകിയാൽ അവർ ശിശുവിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കിടത്തി. എന്തുകൊണ്ടാണ് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോയത്? എവിടെയാണ് സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഈ പ്രഭാതം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആദ്യ ക്രിസ്മസിൽ അല്ലെങ്കിൽ ആദ്യ ക്രിസ്മസ് നാളിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോകുവാനായിട്ട് കാരണമായി തീർന്നത്? നമുക്കറിയാം, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഈ പ്രഭാതം ശാന്തമായി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, നിറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോയി എന്നാണ്. വഴിയമ്പലം നിറഞ്ഞിരിക്കുന്നു. പേര് ചാർത്തപ്പെടുവാനായിട്ട് എല്ലാവരും താന്താന്റെ പട്ടണത്തിലേക്ക് പോകേണ്ടത് കൊണ്ട് ആ വഴിയമ്പലങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അഭയസ്ഥാനമാകേണ്ട സത്രങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും ക്രിസ്തു പിറക്കുവാൻ സാധ്യമാകാതെ പോകുന്ന ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, നമ്മളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് നമ്മളെ നിറവിൻ്റെ അനുഭവങ്ങൾ? നിറവിൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും ഒരു കുറവായിട്ടല്ല, പലപ്പോഴും നിറഞ്ഞ അനുഭവങ്ങൾ ജീവിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ നിറവ് കാരണം, ഞാൻ നിറഞ്ഞു പോയത് കാരണം അവരെന്നിടമില്ലാതെ പോകുന്ന നിറവുകളാണെങ്കിൽ ആ ഇടങ്ങളൊക്കെ ഒതുക്കി വെക്കുവാനായിട്ട് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. സത്രങ്ങൾ അല്ലെങ്കിൽ വഴിയമ്പലങ്ങൾ സ്ഥലമില്ലാതെ പോകുവാനായിട്ട് പാടുള്ളതല്ല. സത്രങ്ങൾ നിറഞ്ഞു നിൽക്കുവാനുമായിട്ടുമല്ല, ഒരുവനെ കൂടി ചേർത്ത് പിടിക്കുവാനായിട്ട് അല്പം ഇടം മാറ്റി വെക്കേണ്ട ഇടങ്ങൾ തന്നെയാണ് വഴിയമ്പലങ്ങൾ. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പിന്നീടുള്ള തന്റെ പരസ്യശുശ്രൂഷയിൽ പറയുന്നു, നല്ല ശമരിയക്കാരന്റെ കഥയിൽ പറയുന്നു, അവിടെ വഴിയമ്പലത്തിൽ സ്ഥലമുണ്ടായിരുന്നു. ഒരുവനെ ചേർത്ത് നിർത്തുവാൻ, മുറിവേറ്റവനെ അണച്ചു നിർത്തുവാൻ, അവന് ശുശ്രൂഷിപ്പാൻ ഇടമുള്ള സത്രങ്ങളായി പിന്നീട് ക്രിസ്തുവിന്റെ കഥകളിൽ അവന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്തുമസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് വഴിയമ്പലങ്ങൾ അല്ലെങ്കിൽ സത്രങ്ങൾ സ്ഥലമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നിറഞ്ഞുപോയി. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ശാന്തമായി ചിന്തിക്കണേ. നമുക്കും സാധ്യമായി നമ്മുടെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഇതൊന്ന് വന്ന് സംഭവിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ നിറഞ്ഞുപോയത്? ക്രിസ്തു സ്നേഹത്താൽ നിറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജോലിഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെയൊക്കെയോ വിദ്വേഷങ്ങൾ മനുഷ്യ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ എവിടെയാണ് അല്പം ഇടം മാറ്റി വയ്ക്കുവാനായിട്ടുള്ളത്? ഇതിനിടയിൽ എവിടെയാണ് ഒരു ക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുവാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അവൻ പിറക്കുവാൻ തക്കവണ്ണം മാറ്റിവെച്ച ഇടങ്ങൾ എവിടെയാണ്? നിറഞ്ഞുപോയ ഇടങ്ങൾക്ക് ആ വാതിലുകൾക്ക് മുന്നിൽ ക്രിസ്തു ഇപ്പോഴും നിൽപ്പുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ സ്ഥലമുണ്ടോ? സത്രങ്ങൾ സ്ഥലമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്, വഴിയമ്പലങ്ങൾ നിറഞ്ഞുപോയ കാലഘട്ടത്തിലാണ് അന്നും ഇന്നും ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിറഞ്ഞുപോയ വഴിയമ്പലങ്ങളിൽ ഒരുവൻ അഭയം തേടുന്നുണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. നിറഞ്ഞുപോയ വഴിയമ്പലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായി ഈ ക്രിസ്മസ് മാറുമ്പോൾ ഞാനും നിങ്ങളും ശാന്തമായി പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ വല്ലാണ്ടങ്ങ് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വല്ലാണ്ട് പല കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആകുലതകൾ കൊണ്ട്, ജോലിഭാരം കൊണ്ട് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം എന്ന വഴിയമ്പലത്തിൻ്റെ സത്രങ്ങളിൽ നിനക്ക് വേണ്ടി ഒതുക്കി വയ്ക്കുവാൻ ഇത്തിരി ഇടമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവണം ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ
അവർ ചീലകൾ ചുറ്റി കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തി. രണ്ടാമതായി ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, എന്തുകൊണ്ടാണ് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പോയത്, അല്ലെങ്കിൽ അവൻ അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ലാതെ പോയത്? ഞാൻ ഓർക്കുകയാണ്, ഈ വഴിയമ്പലത്തിലെ ഒരു നടത്തിപ്പുകാരനുണ്ട്, ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. പേര് ചാർത്തപ്പെടുവാനായി മുഴുവൻ ജനവും ഈ ബേത്ലഹേം പട്ടണത്തിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഈ വാതിൽക്കൽ നിൽക്കുന്നവൻ ആരാണെന്നുള്ള തിരിച്ചറിവിന്റെ കുറവാണ് വഴിയമ്പലത്തിൽ ഇടമില്ലാതെ പോയത്. വാതിൽക്കൽ നിൽക്കുന്നവൻ ആരാണെന്നുള്ള തിരിച്ചറിവിന്റെ ബോധ്യമില്ലായ്മ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിന് കാരണമായി തീർന്നു. ആ കാലം ഒരു രക്ഷകനെ എതിർനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷകന്റെ വരവനായി കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന രക്ഷകന് വേണ്ടി സ്ഥലമൊരുക്കുവാൻ, തങ്ങളുടെ ജീവിതങ്ങൾ ഒരുക്കുവാൻ എവിടെയൊക്കെയോ അവർ വിസ്മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ പറയും, ലോകം മുഴുവൻ രക്ഷന് വേണ്ടി കാത്തിരുന്നു. രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഏതെങ്കിലും വ്യക്തി രക്ഷകന്റെ പിറപ്പിന് വേണ്ടി, രക്ഷകന്റെ ജനനത്തിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ച് അവൻ ഇവിടെ പിറന്നുകൊള്ളട്ടെ, ഞങ്ങളുടെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലായിക്കൊള്ളട്ടെ, അത് കൊട്ടാരത്തിലുമില്ല, കുടിലുമില്ല, ഒരു വഴിയമ്പലങ്ങളിലും ഇല്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിൽക്കുന്നതായിട്ടുള്ള വഴിയമ്പലക്കാരൻ അറിയുന്നില്ല, അനേകർ അവിടെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ പേര് ചാർത്തപ്പെടുവാൻ വന്നത് കൊണ്ട് ഒരുപാട് പേര് ഈ വഴിയമ്പലത്തിൽ ഇടം ചോദിക്കുന്നുണ്ട്. ആ വഴിയമ്പലത്തിൽ ഇടം ചോദിക്കുന്ന അനേകരിൽ ഒരാളായി മറിയയും ജോസഫും, മറിയെ രക്ഷകനെ ഉദരത്തിൽ വഹിക്കുന്ന ആ മാതാവും അവിടെ അങ്ങനെ ഒറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വഴിയമ്പലങ്ങൾ ഇടമില്ലാതെ പോകുന്നത് എന്നെ വീണ്ടെടുക്കുവാൻ വന്ന ക്രിസ്തു ആരാണെന്നുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ക്രിസ്തു ആരാണെന്നുള്ള, രക്ഷകൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും വഴിയമ്പലങ്ങളിലും ക്രിസ്തു പിറക്കുവാൻ ഇടമില്ലാതെ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടുകളുടെ ജീവിതത്തിന്റെ നടുവിൽ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാൻ, വാതിൽക്കൽ നിൽക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ ഉള്ള വിളിയും ഓർമ്മപ്പെടുത്തലുമാണ്. അതാരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ മനഃപൂർവ്വമായി ചിന്തിക്കുന്നു, ആ സത്രത്തിലുള്ളവൻ ഒരുപക്ഷെ അല്പം ഇടം ഒരുക്കുമായിരുന്നുവെന്ന് വേണം ചിന്തിക്കുവാൻ. നിറഞ്ഞുപോയിരുന്നുവെങ്കിലും അല്പം ഇടം എവിടെയെങ്കിലും ഒരു പക്ഷേ അവർക്ക് വേണ്ടി ഒരുക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാതിൽക്കൽ നിൽക്കുന്നവൻ ലോകത്തിന്റെ രക്ഷകനാണെന്നോ, ഈ വാതിൽക്കൽ നിൽക്കുന്നവന്റെ ആ മറിയയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഉദരത്തിൽ ലോകത്തെ വീണ്ടെടുക്കുന്ന പൈതൽ ഉരുവായിട്ടുണ്ടെന്നോ തിരിച്ചറിയുവാൻ കഴിയാതെ പോയ അനുഭവമാണ് സത്രത്തിൽ ഇടമില്ലാതെ പോകുന്നതിന് കാരണമായി തീർന്നത്. ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയല്ലേ? വഴിയമ്പലങ്ങളിൽ ഇടമില്ലാതെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെ തിരിച്ചറിയുക, വാതിൽക്കൽ നിൽക്കുന്നവൻ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിൽ അവനെ സ്വീകരിക്കുവാൻ തക്കോണം ഞാൻ എൻ്റെ സത്രങ്ങളിൽ ഇടമൊരുക്കുമ്പോൾ ഈ ക്രിസ്തുമസ് എനിക്ക് നിങ്ങൾക്കും അർത്ഥവത്തായി തീരുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. സത്രങ്ങളിൽ ഇടമില്ലാതെ പോവുകയാണ്, എന്നാൽ ഈ സത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുറന്നിട്ട സത്രങ്ങളാകുവാൻ, അല്ലെങ്കിൽ അടഞ്ഞ വാതിലുകൾ തുറന്നിടുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളായി ഈ സത്രങ്ങൾ മാറുകയാണ്. തിരിച്ചറിവിന്റെ കുറവ് മൂലം ക്രിസ്തുവിന് പിറക്കുവാൻ ഇടമില്ലാതെ സത്രങ്ങൾ മാറിയെങ്കിൽ, നിറഞ്ഞുപോയ അനുഭവങ്ങൾ കൊണ്ട് ക്രിസ്തുവിന് പിറക്കുവാൻ സ്ഥലമില്ലാതെ ഈ സത്രങ്ങൾ മാറിയെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട്, അവന്റെ പഠിപ്പിക്കൽ കൊണ്ട്, അവന്റെ ഓരോ ഇടപെടൽ കൊണ്ട്, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത നന്മയുടെ രക്ഷയുടെ അനുഭവം കൊണ്ട് ക്രിസ്തു ഈ ലോകത്തിൽ, ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ക്രിസ്തു ഈ ലോകത്തിൽ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എനിക്കും നിങ്ങൾക്കും സത്രങ്ങളാകുവാൻ, വഴിയമ്പലങ്ങളാകുവാനുള്ള ആഹ്വാനം കൂടിയാണ് ക്രിസ്മസ്. എങ്ങനെയാണ് എൻ്റെ ഭവനങ്ങൾ വഴിയമ്പലങ്ങളായി മാറുന്നത്? എങ്ങനെയാണ് എൻ്റെ ജീവിതം വഴിയമ്പലങ്ങളായി മാറുന്നത്? എങ്ങനെയാണ് എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഇടവക, എൻ്റെ സമൂഹം വഴിയമ്പലങ്ങളായി മാറേണ്ടത്? ഇന്ന് പാലായനം ചെയ്യപ്പെടുന്നവരുടെ കാലഘട്ടത്തിലാണ്, ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇടം തേടി അലയുന്നവരുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്ന, അല്ലെ അവരെയും കൂടെ നമ്മളോട് ഒന്നണച്ചു പിടിക്കുവാൻ സാധിക്കുന്ന ഇടങ്ങൾ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ഈ വഴിയമ്പലങ്ങൾ വലിയ അർത്ഥവത്തായി മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ ഞങ്ങളുടെ സെൻട്രൽ ട്രാൻസിന്റെ സംഭവം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, തുറന്ന സത്രങ്ങളാകുവാൻ ക്രിസ്തു നമ്മളെ ഈ ക്രിസ്മസിനത്തിൽ ക്ഷണിക്കുന്നുണ്ട്. അടഞ്ഞുപോയ സത്രങ്ങളല്ല, തിരിച്ചറിയാതെ പോയ സത്രത്തിന്റെ ഉടമയുമല്ല. ക്രിസ്തു ആരാണെന്ന തിരിച്ചറിവിലാണ് ഞാനും നിങ്ങളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്തു പിറന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പിറപ്പിന് വേണ്ടിയുള്ള ഓർമ്മ പുതുക്കലല്ല, ക്രിസ്തു പിറന്നതിന് ശേഷമുള്ള, രക്ഷകനെ സ്വീകരിച്ചതിന് ശേഷമുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ ക്രിസ്മസുകൾ. ആ ആഘോഷങ്ങളിൽ ഞാനും നിങ്ങളും മനഃപൂർവ്വമായി വഴിയമ്പലങ്ങളായി മാറേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പ്രിയപ്പെട്ടവരെ,
അനാഥനെയും വിധവമാരെയും ഒറ്റപ്പെട്ടു പോകുന്നവരെയും സമൂഹം തള്ളിക്കളഞ്ഞതിനെയും ഒക്കെ ചേർത്ത് നിർത്തുവാൻ അവർക്ക് വേണ്ടി ഈ സത്രത്തിൽ ഇടമുണ്ടെന്ന് വിളിച്ചു പറയുന്ന മഹാസത്രങ്ങളായി നമ്മുടെ ഇടവകകളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ജീവിതങ്ങളും മാറുന്നിടത്താണ് ഈ ക്രിസ്മസ് ഇന്ന് അർത്ഥവത്തായി മാറുന്നത്. അങ്ങനെ മാറുവാൻ സാധിക്കുമ്പോഴാണ് ഈ ആഘോഷങ്ങൾ കുറെ കൂടി ചൈതന്യമുള്ള ആഘോഷങ്ങളായി മാറുന്നത്. കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്മസ് കാലയളവിൽ വായിച്ചതാണുള്ള ഒരു കൊച്ചു കഥയാണ്, കുറെ പഴയ കഥയാണ്. അനാഥമാക്കപ്പെട്ട ബാല്യങ്ങളുണ്ട് തെരുവിൽ. ആ തെരുവിലെ 2 കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം, ഈ ക്രിസ്മസിന് ഞങ്ങളുടെ തെരുവിൽ എല്ലാവരും പുൽക്കൂട് ഒരുക്കുമ്പോൾ എനിക്കും ഒരു പുൽക്കൂട് ഒരുക്കണം. ആ കുഞ്ഞുങ്ങൾ ശേഖരിച്ച് വെച്ചതാണുള്ള ഒരു കൊച്ചു വഞ്ചിയുണ്ട്. ക്രിസ്മസിന് തലേനാൾ അവർ ഈ വഞ്ചി തല്ലിപ്പൊട്ടിക്കുകയാണ്. കുറേ നാണയത്തുട്ടുകളുണ്ട്. അവർക്കൊരു സ്വപ്നമുണ്ട് 2 കുഞ്ഞുങ്ങൾക്കും. ഈ ഞങ്ങൾ ഒരുക്കുന്ന പുൽക്കൂട്ടിൽ അതിമനോഹരമായ ഒരു മേരിയുടെയും യേശു കുഞ്ഞിൻ്റെയും അല്ലെങ്കിൽ മറിയയുടെയും യേശു കുഞ്ഞിൻ്റെയും ഒരു സ്വരൂപം ഞങ്ങൾക്ക് ഈ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിക്കണം. മറിയയ്ക്ക് ഏറ്റവും തിളങ്ങുന്ന വളവളപ്പുള്ള സാരി ഞങ്ങൾക്കതിൽ ഉടുപ്പിക്കണം. ഉണ്ണി ഈശോയ്ക്ക് നല്ല കിരീടം വെച്ച് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള മനോഹരമായ കുഞ്ഞുടുപ്പിടിയിക്കണം. ഈ ആഘോഷങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് നിർധനയായ, അവരെക്കാൾ ദരിദ്രയായ മറ്റൊരു ഒട്ടിയ വയറുമായ ഒരു സ്ത്രീയും കുഞ്ഞുമെന്ന് ഭക്ഷണത്തിന് കൈനീട്ടുകയാണ്. ഈ കുഞ്ഞുങ്ങൾ വല്ലാണ്ട് പകച്ചു പോകുന്നുണ്ട് ആ കഥയിൽ. ഈ സന്ധ്യയിൽ ആഘോഷിക്കുന്ന ക്രിസ്മസിൽ, ഈ സന്ധ്യയിൽ ഞങ്ങളുടെ തെരുവിൽ ആഘോഷിക്കുന്ന ക്രിസ്മസിൽ എനിക്കൊരു പുൽക്കൂട് ഒരുക്കണം. പക്ഷേ എൻ്റെ മുന്നിൽ വിശന്ന വയറുമായി ഒട്ടിയ വയറുമായ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും അവർ ശേഖരിച്ചു വെച്ചതായിട്ടുള്ള അവരുടെ നാണയത്തൊട്ടുകൾ ഈ അമ്മയുടെ കയ്യിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ആ സന്ധ്യയിൽ ഈ ഇളയ കുഞ്ഞ് മൂത്ത കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ക്രിസ്മസ് വെറുതെ ആയിപ്പോയല്ലോ, നമ്മൾ 1 വർഷം സ്വപ്നം കണ്ട പുൽക്കൂട് വെറുതെ ആയിപ്പോയല്ലോ, മറിയയ്ക്ക് ഉടുപ്പിക്കുവാനുള്ള സാരിയില്ല, അല്ലെങ്കിൽ അവള് ഈ ഉണ്ണീശോയ്ക്ക് പൊതിവാനായിട്ടുള്ള കുഞ്ഞുടുപ്പുമില്ല, ഒരു സ്വരൂപവും നമ്മുടെ പുൽക്കൂട്ടില്ല, ശൂന്യമാക്കപ്പെട്ട ഒരു പുൽക്കൂടിന്റെ ഒരു ഫ്രെയിം മാത്രം നമ്മുടെ വീടിന്റെ മുന്നിലുണ്ട്. വിശന്ന് തളർന്ന കുഞ്ഞുങ്ങൾ ആ രാത്രിയിൽ ഉറങ്ങുമ്പോൾ സുന്ദരമായ ഒരു സ്വപ്നം ആ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. ഗബ്രിയേലിന്റെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. ആ ദർശനത്തിൽ ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അവർ സ്വപ്നം കണ്ടതാണ് ഒരു പുൽക്കൂട് അവരുടെ വീടിന്റെ മുന്നിൽ. അവരെങ്ങനെ ഒരു പുൽക്കൂട് ഒരുക്കണമെന്ന് അവർ ആഗ്രഹിച്ചോ അതുപോലൊരു പുൽക്കൂട് അവരുടെ സ്വപ്നത്തിലുണ്ട്. അതിൽ മറിയയുണ്ട്, ഉണ്ണീശോയുമുണ്ട്. അവർ കണ്ട അതേ തിളതിളങ്ങുന്ന സാരിയും ഉണ്ണീശോയ്ക്ക് കിരീടവുമുണ്ട്. കുറെ കൂടി ആ ദർശനത്തിൽ അവർ ഉറ്റുനോക്കുമ്പോൾ, കുറെ കൂടി കണ്ണു തുറന്ന് നോക്കുവാനായിട്ട് ആ സ്വപ്നത്തിൽ അവർ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്ന ഒരു രൂപമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കണ്ട അമ്മയും കുഞ്ഞുമല്ലേ ആ പുൽക്കൂട്ടിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ മുന്നിൽ വിശന്ന് കൈനീട്ടിയ അമ്മയും കുഞ്ഞിന്റെ രൂപമാണല്ലോ ആ പുൽക്കൂട്ടിലെ രൂപത്തിനെന്ന് അവർ തിരിച്ചറിയുന്നിടത്ത് അവർ പറയുന്നു, ഇതാണ് എൻ്റെ ക്രിസ്മസ്, ഇതാണ് ഞങ്ങളുടെ ആഘോഷം, ഇവിടെയാണ് എൻ്റെ ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ടവരെ, വഴിയമ്പലങ്ങളാകുവാൻ, ചേർത്ത് നിർത്തുവാൻ നമ്മളെ വിളിക്കുന്ന ക്രിസ്മസ് ആയി ഈ ക്രിസ്മസ് മാറേണ്ടത് ആവശ്യമുണ്ട്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് ഒരു കുഞ്ഞും പിറക്കാതെ പോകരുത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ആരും അനാഥമാക്കപ്പെട്ടു പോകരുത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ തലങ്ങൾ പ്രയാസകരമായ കഷ്ടങ്ങളിലേക്ക് വീണു പോകരുത്. വഴിയമ്പലങ്ങളിൽ സ്ഥലം ഒരുക്കുന്ന ശുശ്രൂഷകൾ ഈ ക്രിസ്മസിൽ ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ വീണ്ടും ഓർപ്പിക്കട്ടെ, തുറന്നിട്ട വാതിലുള്ള വഴിയമ്പലങ്ങളായി തീരുവാൻ ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നു. അവൻ പറയുന്നു, എന്തെങ്കിലും പോരാതെ വരികിൽ ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം. എന്തെങ്കിലുമൊക്കെ പോരാതെ വരുമായിരിക്കാം, ഒരുപക്ഷെ ശുശ്രൂഷകൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാകാം, ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം. എന്നാലും വേണ്ടിയല്ല, ഈ സത്രത്തിൽ ഇച്ചിരി സ്ഥലമുണ്ടാകട്ടെ, ഈ സത്രത്തിൽ ആരെങ്കിലുമൊക്കെ പ്രവേശിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം തുറന്നിട്ട വഴിയമ്പലങ്ങളായി, തുറന്നിട്ട സത്രങ്ങളായി മാറുവാൻ ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നു. അതിന് നമ്മെ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളൊരു ക്രിസ്മസ് കൂടെ ആഘോഷിക്കുന്ന കർത്താവേ, പല പ്രയാസങ്ങളും പല ഭാരങ്ങളും പല കഷ്ടങ്ങളും ദേശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തിന്റെ മഹത്വപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. കേട്ട വചനത്തിനായി സ്തോത്രം പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവ് വഴിയമ്പലം തുറക്കപ്പെട്ട വഴിയങ്ങളായിരിക്കാൻ സഹായിക്കണം കർത്താവേ. വചനം പറയാനുണ്ട് പ്രത്യേകം ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ദൈവമേ. കർത്താവേ, ഞങ്ങളിവിടെ സന്തോഷത്തോടായിരിക്കുമ്പോൾ ദേശത്ത് ലോകത്ത്
പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തൊക്കെ പല പ്രയാസങ്ങളും ഭാരങ്ങളും ദൈവമേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ ഞങ്ങൾക്കൊരു ക്രിസ്തുവോടെ കൊണ്ടാടുന്ന സാവകാശം നന്ദിയോട് സ്തോത്രം കർത്താവ് ദൈവമേ. പല ഭാരത്തിലും കണ്ണീരുമായിരിക്കുന്ന കർത്താവ് ദൈവമേ, എങ്കിലും അടിയങ്ങളും നീ കാത്തു വരുമായിരിക്കും നന്ദിയോട് സ്തോത്രം കർത്തുന്നത്. കടന്നു വന്ന നിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണം കർത്താവ്. ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട് കർത്താവ്, എങ്കിലുമോ നീ കാത്തു വരുവാൻ കൃപക്കാൻ നന്ദിയോട് സ്തോത്രം കർത്താവ് ദൈവമേ. സ്വർഗ്ഗത്തിൽ നാഥാ ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയമ്പലങ്ങളായി തുറക്കപ്പെടുവാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ ക്രിസ്തു ജനിക്കുവാൻ സഹായിക്കണം കർത്താവെ. ഇത് കേട്ട വചനം ഞങ്ങളെ അനുഗ്രഹമാക്കി തീർക്കണം പിതാവ് ദൈവമേ. പിതാവേ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനായി സ്തോത്രം കർത്താവെ. ശാരീരിക ബലവും കരുത്തും കൊടുക്കണം. കൊച്ചമ്മയിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സഭയെ ഏർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പട്ടക്കാരെ തിരുവരുമാരെ എല്ലാം നിന്റെ കരുത്തെടുത്ത് കർത്തി ക്രിസ്തുമസ് വർഷത്ത് അനുഗ്രഹമാക്കി തീർക്കാൻ സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ കേരളത്തിലും പല പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിൽ അങ്ങിങ്ങ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ സാവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവമേ കർത്താവേ ദൈവമേ, പൈശാചിക ഇടപെടൽ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, അവിടെയൊക്കെ നിന്റെ സമാധാനം ആശ്വാസം നൽകണം സ്വർഗ്ഗത്തിൽ പിതാവേ. ഇന്ന് കേട്ട വചനത്തിനായി നന്ദിയോട് സ്തോത്രം കഥാ ദൈവമേ. പിതാവേ പ്രിയപ്പെട്ട ബോസുട്ടിക്കായി സ്തോത്രം. പ്രവർത്തന മേഖലയിൽ നീ കൂടെ ഇരിക്കണം, കുടുംബം അനുകരിക്കണം കർത്താവേ ദൈവമേ. ശക്തിയും കരുത്തും ബലവും കൊടുക്കപ്പ ദൈവമേ. വഴിയമ്പലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുവാൻ ദൈവമേ, ഞങ്ങൾ കാവൽക്കാരായി നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നീ സഹായിക്കണം കർത്താവ് ദൈവമേ. ഇന്നത്തെ രാവിലെ ഞങ്ങളെ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കൂടെ ഇരിക്കണം കർത്താവ് ദൈവമേ. ഞങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് കടക്കാൻ പോകുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം അപ്പ ദൈവമേ. ഈ രാവിലെ സമയം നിന്നെ മഹത്വപ്പെടുത്തുന്ന സാവകാശം നന്ദിയോട് സ്തോത്രം കർത്താവെ. ക്രമീകരണം തമ്പരാൻ കൂടെ ഇരുന്നതിനെ സ്തോത്രം ദൈവമേ. അടുത്ത വർഷം ഞങ്ങൾ നിന്നോട് മഹത്വപ്പെടുത്തുമ്പോൾ പുതിയൊരു വർഷം ഞങ്ങൾ കാത്തു നിൽക്കുന്ന കർത്താവെ, പ്രയാസങ്ങളും ഭാരങ്ങളും കടന്നു വരാതെ ദൈവമേ കാത്തുവരുവായിരിക്കണം സ്വർഗ്ഗത്തിനാഥ. കേട്ടവനെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കട്ടെ കർത്താവെ. അനുഗ്രഹത്തോടെ സഹായിക്കണം കർത്താവ് ദൈവമേ. ഭാരങ്ങളാൽ പ്രയാസങ്ങൾ ഭരണങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കാത്തുന്ന നന്ദിയോട് സ്തോത്രം. അല്പസമയം കൂടെ തന്നെ ഇരിക്കട്ടെ കർത്താവെ. കൃപയിൽ കാത്തു വരുവാലിക്കണം നമ്മുടെ കേൾക്കുമാറാകണമേ. എഴുന്നേറ്റ് നരതാപ്രദത്തോടെ ഈ സമയത്ത് ഏറ്റുചൊല്ലും. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായും തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയങ്ങളെ നിങ്ങളിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെ മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്ങളായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്ന് എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി എന്നത് വെച്ച് ഞങ്ങളുടെ പാപങ്ങളെ ദിവസങ്ങളിലേറ്റ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും പൊതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാ നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ,
ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. കർത്താവേ, നിൻ വാതിലിൽ മുട്ടുന്നു അടിയങ്ങൾ, നിന്നാലയം ചേർന്നിന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. ഗുണവാനേ, നിൻ ശുദ്ധീകരിക്കാം നീ ഞങ്ങളെ. തന്റെ ഉണ്മയിൽ നിരപ്പും അഭിന്നമായ സമാധാനവും അഭേദ്യമായ സ്നേഹവുമായിരിക്കുന്നവനായ ദൈവമേ, ധാരാളമായ നിന്റെ നന്മയാൽ നാശമില്ലാത്ത അവസ്ഥയിൽ നീ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ കൽപ്പനയെ ലംഘിക്കുകയും ആകുലകർസാട് അസൂയാൽ മരണത്തിനായി വിധിക്കപ്പെടുകയും ചെയ്തതിനാൽ നിന്റെ ഏകജാതനായ പുത്രന്റെ ജീവൻ നൽകുന്നതായ ആഗമനത്താൽ സ്വർഗീയ സമാധാനം കൊണ്ട് ഭൂമിയെ നീ നിറച്ചു. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും മനുഷ്യമക്കൾക്ക് സംപ്രീതിയും എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാരുടെ ഗണങ്ങളും സ്തുതിച്ചവനായ ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സംപ്രീതി കൊണ്ട് നിറയ്ക്കണമേ. സകല കന്മഷങ്ങളിൽ നിന്നും സകല വഞ്ചനകളിൽ നിന്നും മരണകരമായ സകല പകയിൽ നിന്നും സകല തിന്മയിൽ നിന്നും കൗശലത്തിൽ നിന്നും ഇപ്പോൾ ഞങ്ങളെ നീ വെടിപ്പാക്കിക്കൊണ്ട് വിശുദ്ധ ചുംബനത്താൽ നിഷ്കളങ്കമായ സമാധാനം തമ്മിൽ തമ്മിൽ കൊടുപ്പാനും ഞങ്ങളുടെ കർത്താവായ മിശിഹാ മൂലം സ്വർഗീയവും നാശമില്ലാത്തതുമായ ദാനത്തിൽ ഞങ്ങൾ സംബന്ധിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അവൻ മൂലവും അവനോടുകൂടെ നിനക്കും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവനുണ്ടാക്കുന്നവനും തത്വത്തിൽ നിന്നോട് സമത്വമുള്ളവനുമായ നിന്റെ റൂഹായ്ക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവകാലങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മിശിഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകട്ടെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ നിന്റെ ഏകപുത്രന്റെ നിന്റെ വിശുദ്ധ റൂഹാടെ നിർവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരൻ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമാ ഈ സമയത്ത് നമ്മളെല്ലാവരുടെയും ബോധങ്ങളും
വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ്വവാനായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും. കർത്താവേ, ദൃശ്യത്തിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഓയേനാൻ വോമറേനാൻ. ഭൂമിയിൽ നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങൾ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷ്യപ്പേന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇതനേകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തേപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിമർവചനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായ നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന മനോതാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയേലായിസോൻ കുരിയേലായിസോൻ കുരിയേലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരം ആയിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തം ആയിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരം നിത്യജീവന്റെ അവകാശം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബകുലസ്ബഹാലിന് അൽമൻ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തേഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഭർഗൻ മെത്രാപ്പോലിത്തമാരെയും തോമസ് മാർ തിമേഥ്യൂസ്, ഐസക് മാർ ഫീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം,
ജോസഫ് മാർ ഇവാനിയോസ് മാത്യൂസ് മാർ സെറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യാമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബിന്മാരെയും ശ്രീകന്മാരെയും അറിയിപ്പുകാരെയും യമൻഗേലിയസ്ഥന്മാരെയും സകലന്മാരെയും മൈതന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തെ ശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ചാൻ വിടവാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ കടാക്ഷിക്കണമേ. ഞങ്ങളെ കടങ്ങളെ പരിഹരിക്കുകയും ഞങ്ങളെ കുറവുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരു രക്തവും ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ മുഖാന്തരം അനുഗ്രഹങ്ങളും പാവമോചനം കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. മഹാദേവ് നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതരാജ്യത്തെ പ്രത്യേകം ദൈവകരങ്ങൾ സമർപ്പിക്കാം. വിശേഷാൽ ഈ നാളുകളൊക്കെ കർത്താവെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും ക്രൈസ്തവർക്ക് നേരെയും കർത്താവെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. പ്രകൃതിന്മേലും കർത്താവെ മനുഷ്യന്റെ മേലും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവൻ നീയാകൽ നന്ദിയോട് സ്തോത്രം. അതിന് തിക്താനുഭവങ്ങളൊക്കെ കർത്താവെ നേരിടുന്നതായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെ ഓർക്കാം.
എല്ലാ സുവിശേഷകരെയും എല്ലാ മിഷണറി പട്ടക്കാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണം. മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ തക്കവണ്ണമുള്ള കൃപയും ജ്ഞാനവും എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, തിരുമേനിമാർക്ക് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ഭവനങ്ങളെയും വ്യക്തികളെയും പേരുപേരായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കിഡ്നി സംബന്ധമായ, ലിവർ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, പാർക്കിൻസൺസ് രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിച്ചിട്ടുള്ളവർ, മദ്യപാനത്താൽ കുടുംബജീവിതം തകരുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ ഭാരപ്പെടുന്നവർ, അലർജിയാൽ പ്രയാസം അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന കോശി കുഞ്ചാന്റെ കുടുംബത്തെ ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ അമ്മച്ചിയുടെ നേരമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ബോസൂട്ടിയെ ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളൊക്കെ ധന്യകരമായ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കോണം പ്രിയ ദാസനെ കുടുംബമായിട്ട് ദൈവം സഹായിക്കുന്നുവല്ലോ. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രിയമകൻ ഇപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ദിണ്ടുകൾ മിഷന്റെ ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെയൊക്കെ ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അച്ഛനെയും സുവിശേഷരെ എല്ലാം ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് സുവിശേഷ വേലയിലായിരിക്കുന്ന വന്യ വൈദികർക്കായും സുവിശേഷകർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. റിട്ടയർഡ് ആയിട്ടുള്ള നമ്മുടെ സുവിശേഷകർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. വളകം സെൻട്രൽ കൺവെൻഷൻ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുകയാണല്ലോ. ഏറ്റവും അനുഗ്രഹകരമേതിൽ നടക്കുവാൻ തക്കോണം ദൈവമേ നീ ഇവിടെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അരിയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ത് തന്നെ ആവശ്യങ്ങളായിരുന്നാലും എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ സമയത്ത് നമുക്ക് ഏൽപ്പിക്കാം. ഒരു ക്രിസ്മസും കൂടെ കാണുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിച്ചു. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നു. 5 ദിവസം കൂടെ കഴിയുമ്പോൾ കർത്താവെ പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ തക്കോണം ഞങ്ങളെ നീ എവിടെയും സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഒരു നിമിഷം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കരുണാസാഗരം തുളുമ്പും നിന്നുടെ ദിവ്യനയനങ്ങൾ, കരുണാസാഗരം തുളുമ്പും നിന്നുടെ ദിവ്യനയനങ്ങൾ ഞങ്ങളെ എന്നും കടാക്ഷിക്കണമേ. ഞങ്ങൾ തൻ ദുഃഖങ്ങൾ കാണണമേ. ഞങ്ങളെ എന്നും കടാക്ഷിക്കണമേ. ഞങ്ങൾ തൻ ദുഃഖങ്ങൾ കാണണമേ. മുട്ടുകുത്തുന്നു ഞങ്ങൾ തിരുമുൻപിൽ, ഉള്ളിൽ പ്രാർത്ഥിച്ചു നിന്നിടുന്നു. മുട്ടുകുത്തുന്നു ഞങ്ങൾ തിരുമുൻപിൽ, ഉള്ളിൽ പ്രാർത്ഥിച്ചു നിന്നിടുന്നു. സ്വർഗസ്ഥനായ പിതാവേ, പ്രപഞ്ചത്തിൻ നാഥനാം താതാ, ഒരിക്കലും ഞങ്ങളെ സ്നേഹിച്ചു തീരാത്ത ഹൃദയത്തിനുടമയാം നാഥ, ഒരിക്കലും ഞങ്ങളെ സ്നേഹിച്ചു തീരാത്ത ഹൃദയത്തിനുടമയാം നാഥ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച് കർത്തൃ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരു മുൻപാകെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധമായ ലംഘനങ്ങളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും നീ മോചിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് അകൃത്യം ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞങ്ങളെ നീതീകരിക്കുന്നവൻ നീ ആയിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബക്കുല സബഹാലിന് അൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ വലതുകൈ ആവസിപ്പിച്ച നിന്റെ ഏകപുത്രന്റെ തിരുശരീരങ്ങൾ കൈക്കൊള്ളുവാൻ നോക്കി പാർക്കുന്ന ഈ നിന്റെ ജനത്തിന്മേലും നിന്റെ മേജർ സ്ഥലത്തെ ആടുകളുടെ മേലും നിന്റെ വാഴ്വുകളെ നീ വർഷിപ്പിക്കണമേ. ഞങ്ങളെ ദേഹങ്ങളെയും ദേഹികളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ആദിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയം പൂവായതും ആദ്യന്തമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവന വിഷയമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരി സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ശരണത്തിൽ അടിയാരേ ജീവസ്വരം
നിന്നുയർപ്പാലതും മാഞ്ഞതിനാം നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതനെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തമെടുത്താൽ ഞങ്ങൾ ജീവനുള്ള ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്യനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങൾ ഉയർത്തുന്നേൽപ്പിന് ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാവമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലതുകരം നീട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരസ്സുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധങ്ങൾ വായിച്ചിരിക്കുന്നവരുടെ മേൽ, ഇവയെ കൊടുക്കുന്നവരുടെ മേൽ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്ദകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മ സ്തോത്രത്തോടെ കൈക്കൊള്ളുക. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലെ ദൈവജാതാ, നീലക്കി വേദന വരുത്തി വച്ചതി നീജന്യാനയോ. നീലക്കി വേദന വരുത്തി വച്ചതി നീജന്യാനയോ. പരമനിധിയൻ ദുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനിയതാ അറിയപ്പെട്ടിട ഇറങ്ങി വന്നല്ലോ. പരമനിയതാ അറിയപ്പെട്ടിട ഇറങ്ങി വന്നല്ലോ. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമ വീട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമ വീട്ടല്ലോ. നന്ദി കെട്ടായി നരനെ നരക ജ്വാലയിൽ നിന്നു നേടാം. മന്നവാതിരു പൊൻകുരു ദൈവ
ചൊരിഞ്ഞല്ലോ പാരിൽ. അരിഷ്ടപാപിനി തിരുപുണ്യങ്ങളിൽ ശരണം വച്ചു വന്നയ്യോ. തിരുപ്രതിമയാകനിയെ കൃപ നിറഞ്ഞ കർത്താവേ. തിരുപ്രതിമയാകനിയെ കൃപ നിറഞ്ഞ കർത്താവേ. നിൻ പ്രിയനാഥ സന്തോഷമെന്നുമ്പം പാപം തരുമെന്നറിഞ്ഞു ചെയ്തേ. അന്തന്നത ഭയന്നു വന്നേ. ലോകം തുണയ്ക്കുമെന്നു ദേഹം ജീവനും നിൻമുൻ കാഴ്ച വച്ചേൻ. ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെയെന്നും. ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെയെന്നും. ശക്തി പ്രാപ്തി ദാനവും കാഴ്ച വച്ചേൻ. തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. താങ്ങി നടത്തേണം രക്ഷാകർത്താവേ. പാരം തളർന്നീടാ വന്നിടും ദയവാനെ. പാരം തളർന്നീടാ വന്നിടും ദയവാനെ. സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ. പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. സന്തോഷമെന്നു പെയിൻ വഴി നടന്നേ. അതു ചതിവേന്നുണർന്നു നിന്നോടടുത്തു വന്നേ. അതു ചതിവേന്നുണർന്നു നിന്നോടടുത്തു വന്നേ. ഇമ്പം പാപം തരുമെന്നറിഞ്ഞു ചെയ്തേ. അതു ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ. അതു ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ. ലോകം തുണയ്ക്കുമെന്നു ചേർന്നിരുന്നേ. അതിലൊട്ടും സ്ഥിരതയില്ലാഞ്ഞോടി വന്നേ. കായം ബലം സുഖവും കരുത്തിൽ വച്ചേ. ഇതിൻ കാഴ്ചയ നിത്യമിന്നിതാവരും നീ. ഇതിൽ കാഴ്ചയ നിത്യമിന്നിതാവരും നീ. ദേഹം ജീവനും നിൻമുൻ കാഴ്ച വച്ചേ. ഇനി ചെയ്വേ നിൻ തീരുമാനം പോലെയെന്നും. ഇനി ചെയ്വേ നിൻ വച്ചേ. തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. താങ്ങി നടത്തേണം രക്ഷാകർത്താവേ. പാരം തളർന്നീടാ വന്നിടും ദയവാനെ. പാരം തളർന്നീടാ വന്നിടും ദയവാനെ. വിളിക്കുന്നേ ദോഷിയെ രക്ഷിക്കണേ. സന്താപത്താൽ വിളിക്കുന്നേ
ശങ്കയിൽ യോതി ഞാൻ നീതിയല്ലാത്ത ക്രിയകൾ ദയ കൂടാതെ ചെയ്തു ഞാൻ നീതിയല്ലാത്ത ക്രിയകൾ ദയ കൂടാതെ ചെയ്തു ഞാൻ അശുദ്ധ കാഴ്ചകൾ അശുദ്ധമാക്കി മാനസം അന്ധമാക്കി കണ്ണുകളെ അശുദ്ധമാക്കി മാനസം അന്ധമാക്കി കണ്ണുകളെ മോഹങ്ങൾ സാധിച്ചിടുവാൻ കൗശലം പ്രയോഗിച്ചു മഹാനെന്നു നിരൂപിച്ചു നിന്ന പാത്രമായിപ്പോൾ മഹാനെന്നു നിരൂപിച്ചു നിന്ന പാത്രമായിപ്പോൾ മതിമറന്നു നീ കളിച്ചു സുഖങ്ങൾ പെരുകി വന്നപ്പോൾ അതിൻ ഫലത്താൽ വീണുപോയി ലജ്ജിക്കും ഈ നീചൻ ഞാൻ അതിൻ ഫലത്താൽ വീണുപോയി ലജ്ജിക്കും നീ നീചൻ ഞാൻ കഷ്ടതകൾ ധാരാളം ഞാൻ ചുറ്റുപാടും കണ്ടിട്ടും ഒട്ടും കാരുണ്യമില്ലാതെ സ്വാർത്ഥം മാത്രം നിവർത്തിച്ചു ഒട്ടും കാരുണ്യമില്ലാതെ സ്വാർത്ഥം മാത്രം നിവർത്തിച്ചു ഇപ്പോഴിതാ നിൻ പാദത്തിൽ കുമ്പിടും ഞാൻ ഉൾപ്പൂവിനെ ശുദ്ധി ചെയ്തു ജീവിപ്പിക്കദോഷിയെ ഉൾപ്പൂവിനെ ശുദ്ധി ചെയ്തു ജീവിപ്പിക്കദോഷിയെ ദൈവമേ സ്നേഹരൂപനേ എന്നെ നീ തള്ളിയിടല്ലേ സന്താപത്തല്ലേ ഞാൻ തന്നിഷ്ടനായി നടന്നു പോയി നീക്കണേ എൻ പാപത്തെ തന്നിഷ്ടനായി നടന്നു പോയി നീക്കണേ എൻ പാപത്തെ ഈ ലോകത്തിൻ സുഖങ്ങളെ തേടിപ്പോയി ഞാനാർത്തിയാൽ സ്വർലോകഭാഗ്യം പിന്തള്ളി ഭോഷത്വം ഞാൻ കാണിച്ചു സ്വർലോകഭാഗ്യം പിന്തള്ളി ഭോഷത്വം
ശങ്കയെന്നിയോതി ഞാൻ നീതി ചെയ്തു ഞാൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിവശിഹായ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിച്ചു താങ്ങി നിർത്തിക്കൊള്ളണമേ. ഈ ആത്മമേശയിൽ നിന്ന് ഞങ്ങൾ ആനന്ദിച്ചിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ പുണ്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു കൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഇപ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിമോത്തമുള്ള കൃത്യത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുക. കർത്താവിന്റെ ജയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി